ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മസ്റ്റ് ഡിഗ് ദി പ്ലേ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമേൻ്റെ 6th എപ്പിസോഡായിട്ടാണ്. സോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. സോ അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകും. കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ ചെയ്തോടെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ കൗശി പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, ജസ്റ്റ് അതൊന്ന് നീക്കിയപ്പോൾ അന്ന് ശരിയാക്കി വെച്ച് കൊടുത്തതാണ് ബാൻഡേഡ് എന്നുള്ളതാണ് കൗശി പറയുന്നത്. അപ്പോൾ താര പറയുന്നത് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കൗശി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലേക്കാണ് പോകാനുള്ളത്. സോ നിങ്ങൾ പോകുമ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ താര പറയുന്നത്, എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, നിങ്ങൾ പൊക്കോളൂ, ജെയിൻ നിന്നെ കൊണ്ടുവന്നാക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് താരൻ്റെ അടുത്ത് കൗശി ചോദിക്കുന്നുണ്ട്, നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് ചെറിയ തലവേദന ഉണ്ട്, അത്രയേ ഉള്ളൂ, അത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജെയിനും കൗശിയും കൂടി നടക്കുമ്പോൾ ജെയിൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ കിസ് ചെയ്യാൻ വന്നതെന്ന്. അപ്പോൾ അത് കൗശി പറയുന്നത്, ഞാൻ കിസ് ചെയ്യാൻ വന്നതൊന്നല്ല, നിൻ്റെ ബാൻഡേഡ് നീങ്ങിയപ്പോൾ ശരിയാക്കാൻ വന്നതാണ്, അതിന് ഇത്ര അടുത്തേക്ക് വരണമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് കൗശി പറയുന്നുണ്ട്. ഇവിടെ താരനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ താര ഭയങ്കര ഗ്ലൂമിയാണ്, താരയ്ക്ക് നല്ല വിഷമമായിട്ടുണ്ട്. താര അങ്ങനെ വരാന്തേ കൂടെ നടന്നു പോവാണ്. ജെയിൻ ആണെങ്കിൽ ഇവിടെ കൗശിനെ ചീത്ത പറഞ്ഞതിന് ശേഷം ജെയിൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, നീ എന്തിനാ കൗശിനെ ചീത്ത പറഞ്ഞതെന്ന്. പോകുന്ന സമയത്ത് കൗശി പറയുന്നുണ്ട്, ഞാൻ തന്നെ പൊക്കോണ്ട് ആൻഡ് ഞാൻ താരനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിൽ ഒന്നുമില്ല എന്നുള്ള കാര്യം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജെയിൻ കുറച്ച് വിഷമമാകുന്നുണ്ട് കൗശിനെ ചീത്ത പറഞ്ഞതിൽ. അപ്പോൾ സോ ജെയിൻ വണ്ടി എടുത്ത് കൊണ്ടുപോയി കൗശിനെ ഡ്രോപ്പ് ചെയ്യാമെന്ന് സോറിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ജെയിൻ കൗശിനെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. ആ സമയത്ത് കൗശിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ജെയിൻ ചോദിക്കുന്നുണ്ട്, നീ അമ്മൂമ്മയുടെ വീട്ടിൽ പോകണമെന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്താ നിൻ്റെ വീട്ടിലേക്ക് എന്ന് ചോദിക്കുന്ന സമയത്ത് കൗശി ഒന്നും പറയുന്നില്ല, കൗശി ഒന്നും മിണ്ടാണ്ടിരിക്കുവാണ്. ഇവിടെ നമ്മുടെ താരയാണെങ്കിൽ നല്ല രീതിയിൽ വിഷമമായിട്ട് ഒരു ക്ലാസ് റൂമിൽ വന്ന് ഡാൻസ് കളിക്കുവാണ്. അവൾ പഴയ കാലത്ത് ഭരതനാട്യം പോലുള്ള ഒരു ഡാൻസ് കളിക്കുന്ന പോലെ ഇമാജിൻ ചെയ്തിട്ടാണ് കളിക്കുന്നത്. ആ ഡാൻസിലാണെങ്കിൽ നമ്മുടെ സെയിനും ഇൻക്ലൂഡ് ആയിട്ടുള്ള പോലെയൊക്കെ അവളുടെ ഇമാജിനറി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. കണ്ടിട്ട് സെയിൻ വരുന്നുണ്ട്. സെയിൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, താര നീ എന്താ ഇവിടെ ചെയ്യുന്നത്, 10 മണിയായല്ലോ, നീ ഇത്രയും നേരം എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് താര ചോദിക്കുന്നുണ്ട്, കൗശി എവിടെയും ചോദിക്കുമ്പോൾ പറയുന്നത്, നീ പറഞ്ഞ പോലെ തന്നെ കൗശിനെ ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി എന്ന് പറയുന്നുണ്ട്. താര പറയുന്നുണ്ട്, ശരിയാണെന്നാൽ നീ പൊക്കോ, ഞാൻ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എനിക്ക് ആരുടെയും സഹായം വേണ്ടെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഞാൻ പറയണ പോലെ ഉണ്ടല്ലോ, നീ ആദ്യമൊക്കെ എൻ്റെ അടുത്ത് പാവം പോലെ സംസാരിച്ചുകൊണ്ടിരുന്നു, ഇപ്പം എന്തൊരു റൂഡാണെന്ന് സെയിൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് താര പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ അത്ര പ്രാന്തമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സെയിൻ താരയുടെ തലവേദന ഉണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ താര പറയുന്നത്, തലവേദന ആർക്ക്, അല്ല നീ തന്നെ പറയണ്ടായിരുന്നല്ലോ നിനക്ക് നേരത്തെ തലവേദനയാണ്, അല്ലെങ്കിൽ എന്നെയും കൗശിനെയും നീ ഒന്നിച്ച് കണ്ടപ്പോൾ നിനക്ക് തലവേദന വന്നതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് താര പറയുന്നുണ്ട്, എനിക്ക് ജലസിയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ സെയിൻ പറയുന്നുണ്ട്, നീ അങ്ങനെ ജലസി മോശം ഒരു വികാരമായിട്ട് കാണേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്നെയും നിതിനെയും കാണുമ്പോൾ തോന്നുന്ന ഫീലിങ്സ് ഉണ്ടല്ലോ, അത് തന്നെയാണത്, അല്ല നീ എന്തിനാണ് നിതിൻ്റെ കൂടെ ഇവിടേക്ക് പോയത്, ആ പാർക്കിൽ പോയതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, എൻ്റെ മൂഡ് ഓക്കെ ആയിരുന്നില്ല, അത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് നിതിൻ കൊണ്ടുപോയത്, ഞാൻ അവിടെ നല്ലതായിട്ട് എൻജോയ് ചെയ്തു, പിന്നെ നീ എന്നെ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ നിതിൻ്റെ കൂടെ പോയത്, ഓ അപ്പോൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും നീ നിതിൻ്റെ കൂടെ പോയില്ലേ എന്ന് സെയിൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, താര നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മൾ തമ്മിൽ പല പ്രശ്നവും ഉണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ ഇടയിൽ മൂന്നാമതൊരാൾ ഇടപെടേണ്ട ആവശ്യമില്ല, നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമ്മൾ തമ്മിൽ തീർത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് സെയിൻ സോറി പറയുന്നുണ്ട് അവളോട് മുന്നേ റൂഡായി ബിഹേവ് ചെയ്തതിന്. സെയിൻ താരൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ സീനാണ്. നമ്മുടെ കൗശി അവളുടെ പ്രോഗ്രാമിന് വേണ്ടി റെഡി ആവുകയാണ്. സോ അവളുടെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോൾ ആദ്യമായിട്ടാണ് ഞാൻ തയ്ച്ച ഡ്രസ്സിൽ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്, സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പറയുന്ന സമയത്ത് താര ചോദിക്കുകയാണ് കൗശിയുടെ അടുത്ത്, എന്തുകൊണ്ടാണ് നീ മുൻപ് നിൻ്റെ അമ്മയുടെ കോസ്റ്റ്യൂമിൽ നീ ഒരു റാമ്പ് വാക്കൊന്നും ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് കൗശി പറയുന്നുണ്ട്, എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര ടെൻസ്ഡാണ്, എൻ്റെ അമ്മേനെ ഞാൻ പേര് മോശപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേടിയുണ്ടെന്ന് പറയുന്ന സമയത്ത് മുമ്പ് ചെയ്തൊരു സീനാണ് കാണിക്കുന്നത്. നമ്മുടെ നിതിനും താരൊക്കെ കൂടിയിട്ട് കൗശിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ സെയിൻ്റെ മെസ്സേജ് വരുന്നുണ്ട്, സെയിൻ കുറച്ച് നേരം കഴിയുമ്പോൾ എത്തുമെന്ന് താര പറയുമ്പോൾ കൗശിയുടെ അമ്മ വിചാരിക്കുന്നത് കൗശിയുടെ ബോയ് ഫ്രണ്ടാണ് സെയിൻ എന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിലും സെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൻ ഭയങ്കര ഹാൻഡ്സം ആണെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ കൗശി പറയേണ്ട, അമ്മ നിർത്ത് മതി, സെയിൻ നമ്മുടെ താരയുടെ ബോയ് ഫ്രണ്ടാണ്, എൻ്റെ ബോയ് ഫ്രണ്ട് അല്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കൗശിൻ്റെ അമ്മ സോറിയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കൗശി പറയുന്നുണ്ട്, സെയിൻ വന്നു എന്ന് തോന്നുന്നു, നീ ഒന്ന് പോയി നോക്കാൻ പറയുമ്പോഴത്തേക്കും താര താഴെ ഇറങ്ങി സെയിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മുടെ കൗശിൻ്റെ അമ്മയാണെങ്കിൽ ഡോറ് തുറന്ന് നോക്കുമ്പോൾ സെയിനാണ്. എന്നിട്ട് സെയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ആസ് യൂഷ്വൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ഹാൻഡ്സം ആയിട്ടുണ്ട്, ഞാൻ വിചാരിച്ചു നീ കൗശിനെ ആവും ഡേറ്റ് ചെയ്യാന്നുള്ളത്, നീ താരയുടെ കൂടെ സെറ്റായെന്നൊക്കെ അറിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ താര ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ താരയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. താര അതുകൊണ്ട് ഒന്നും പറയാണ്ട് നേരെ മേളിൽ ചെന്ന് സെയിൻ വന്നു എന്നുള്ള കാര്യം കൗശിയുടെ അടുത്ത് പറയാണ്. അങ്ങനെ കൗശിയും സെയിനും താരയൊക്കെ കൂടി മീറ്റ് ചെയ്യുവാണ്. ആ സമയത്ത് നമ്മുടെ സെയിനാണെന്നുണ്ടെങ്കിൽ താരനെ നല്ല രീതിയിൽ വായി നോക്കുന്നുണ്ട്, കാരണം താരിങ്ങനെ റെഡിയായി വന്നത് കണ്ടപ്പോൾ സെയിനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് നേരം വൈകുമെന്ന് പറഞ്ഞിട്ട് നേരെ റാമ്പ് വാക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് എത്തിയപ്പോഴത്തേക്കും കൗശി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി.
നമ്മുടെ താര ചുറ്റുപാടും നോക്കി നിൽക്കുന്ന സമയത്ത് നിതിൻ വരുന്നുണ്ട്. നിതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഇതിൽ. ആക്ച്വലി കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ആരൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. എനിക്കും തോന്നി നിതിനെ കാണാൻ നല്ല രസമുണ്ട്. ബൈ നമ്മൾ വിഷയത്തിൽ നിന്ന് തിന്നി മാറുന്നു. അങ്ങനെ നിതിൻ വന്നിട്ട് പറയുന്നുണ്ട് താര നിന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിതിൻ്റെ അടുത്ത് തിരിച്ചും താര പറയുന്നുണ്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളത്. അവിടെ സംസാരിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ സെയിൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി വരുന്നത്. ആ സമയത്ത് സെയിൻ നമ്മുടെ നിതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് വരുന്ന ഗ്യാപ്പിൽ നീ അവളുടെ അടുത്ത് കയറി ഗോൾ അടിക്കാൻ നോക്കുവാണോ? ഞാൻ അറിയാണ്ടൊരു കാര്യം ചോദിക്കട്ടല്ല, അറിഞ്ഞിട്ട് തന്നെ ചോദിക്കട്ടെ, എനിക്ക് എന്താ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ അല്ലാണ്ട് വേറെ ആരുടെയും ഗേൾ ഫ്രണ്ടിനെ കിട്ടിയില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ട് വഴക്കാവാൻ പോകുമ്പോൾ നിതിൻ പറയുന്നുണ്ട് അവൾ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് താര പറയുന്നുണ്ട് മതി ഇങ്ങനെ റൂഡായിട്ട് ബിഹേവ് ചെയ്യരുത് സെയിൻ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ താര പറയുന്നുണ്ട് നമ്മുടെ കൂടെ നിതിനും ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം ഫുള്ള് നമ്മൾ അവനെയും സഹിക്കണം എന്ന് സെയിൻ പറയുന്നുണ്ട്. ആ സമയത്ത് നിതിനെ വിളിക്കുമ്പോൾ നിതിൻ പറയുന്നത് താര നീ പൊക്കോ ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ 3 പേരും കൂടിയിട്ട് ടിക്കറ്റ് മേടിക്കാനായിട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് നമ്മുടെ താരയുടെയും സെയിൻ്റെയും ടിക്കറ്റ് സെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റുന്നുണ്ട്. അത് നമുക്കിപ്പോൾ മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലേക്ക് വരുമ്പോഴാണ് ആ കാര്യം മനസ്സിലാവുന്നത്. അതായത് നമ്മുടെ താര നിതിൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സെയിൻ താരയുടെ ടിക്കറ്റ് കയ്യിൽ മേടിച്ച് വെച്ചത്. ആ സമയത്ത് താര ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സമാധാനമായോ, നീ എന്തിനത് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച സമയത്ത് എപ്പോഴും നിൻ്റെ അടുത്തല്ല അവൻ ഇരിക്കാറ്, ഈ പ്രാവശ്യം ഒരു ചേഞ്ചിന് എൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കട്ടേനേ എന്ന് സെയിൻ പറയുന്നുണ്ട്. സംഭവം രണ്ടുപേരും മുട്ടൻ വഴക്കാണെങ്കിലും രണ്ടുപേരും കോമ്പിനേഷൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ നല്ല രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സെയിനും നിതിനും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് കണ്ടിരിക്കാൻ കുറച്ച് രസമാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ പ്രോഗ്രാം നടക്കുവാണ് അവിടെ. അപ്പോൾ സെയിൻ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൗശി വരുന്ന സമയത്ത് സെയിൻ കുറച്ചധികം നേരം കൗശിനെ നോക്കിയിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് താരയ്ക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. താര ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. താര എപ്പോഴും സെയിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ സെയിനാണെങ്കിൽ എപ്പോഴും കൗശിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. എന്താവോ എന്തോ കണ്ടറിയാം. താരയ്ക്കാണെങ്കിൽ എന്തോ പോലെ തോന്നിയിട്ട് താര സെയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ 2 ചെക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട്. സെയിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാറായില്ലേ, നീ എന്ത് വീട്ടിൽ പോകാത്ത ഇറങ്ങി പോകുന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിതിൻ പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അവിടെ വഴക്ക് നടക്കുന്നുണ്ട് ചെറിയ തോതിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ താരയാണെന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ വന്നിട്ട് പറയാം നിനക്ക് എന്താ പറ്റി, നിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് കൗശിനെ കണ്ടിട്ട് നീ ഇങ്ങനെ ജലസി ആവാൻ പാടില്ല, കൗശിനെ അങ്ങനെ നോക്കിയതാണോ പ്രശ്നം, അതങ്ങനെയൊന്നുമില്ല, നിന്നെ ആണെങ്കിലും അങ്ങനെ തന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് താരനെ തന്നെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് താര തിരിച്ചു പോകാൻ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സെയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളമടിക്കുന്നുണ്ട്. ഇരിക്കുമ്പോൾ കൗശി ജോയിൻ ചെയ്യുന്നുണ്ട്. കൗശിൻ്റെ അമ്മയും അതേപോലെ തന്നെ കൗശിയുടെ അമ്മ ഒരു ഡയറക്ടറെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഈ പുള്ളിക്കാരൻ നിങ്ങളെ രണ്ടുപേരും വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് സെയിൻ പെട്ടിരിക്കുകയാണ്. സെയിനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. സെയിൻ്റെ മുഖത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ആ ഡയറക്ടർ ആ മൂവീൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. സെയിനാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത്. ആ സമയത്ത് സെയിൻ പറയുന്നുണ്ട് താര പോയിട്ട് കുറേ നേരമായി, ഞാൻ എന്നൊരു കാര്യം ചെയ്തിട്ട് ഞാൻ താരനെ പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്നത് താര അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ താരയ്ക്കാണെങ്കിൽ നല്ല വിഷമമാവുന്നുണ്ട് ഇതെല്ലാം കാണുന്ന സമയത്ത്. ആണെന്നുണ്ടെങ്കിൽ ആ വിഷമത്തിൽ പെട്ടെന്ന് തിരിഞ്ഞടക്കുന്ന സമയത്ത് നിതിൻ ഇരിക്കുന്നുണ്ട്. നിതിൻ പറയുന്നുണ്ട് നീയും വെള്ളം അടിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് താര നിതിൻ്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലുള്ള ഡ്രിങ്ക്സ് മൊത്തം അവളെടുത്ത് കുടിക്കുകയാണ്. ആ സമയത്ത് നിതിൻ പറയുന്നുണ്ട് നീ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ കുടിക്കല്ലേ എന്ന് പറയുമ്പോൾ താര പറയുന്നുണ്ട് എനിക്കും അറിയാണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഒക്കെ പറഞ്ഞ ആ ഒരു ടെൻഷനിൽ അത് മൊത്തം എടുത്ത് കുടിക്കുന്നുണ്ട്. കുടിച്ച് കഴിഞ്ഞിട്ട് താരൻ്റെ കിളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. എന്നിട്ട് നിതിനാണെങ്കിൽ ഇവക്ക് എന്താ പറ്റിയെന്നുള്ള രീതിയിൽ നോക്കിയിരിക്കുന്നുണ്ട്. അതിൻ്റെ താര പോയിട്ട് ഒരു മൂലയ്ക്ക് പോയി നിൽക്കുന്നുണ്ട്. ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ കുറേ ആളുകൾ ഡാൻസ് കളിക്കുന്നുണ്ട്, കപ്പിൾ ഡാൻസ്. അപ്പോൾ നിതിൻ വന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പറ്റില്ലല്ലോ അല്ലേ, നമ്മൾ ഡാൻസ് കളിച്ചപ്പോൾ ഇവിടെ വലിയ പ്രശ്നമാവില്ലേന്ന് ചോദിക്കുമ്പോൾ താര കുടിച്ചതിൻ്റെ ഹാങ് ഓവറിലാണോന്ന് അറിയില്ല പറയുന്നുണ്ട് എന്ത് പ്രശ്നം വാ നമുക്ക് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് അവർ ഡാൻസ് കളിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സെയിൻ കയറി വരുന്നുണ്ട്. സെയിൻ വന്നിട്ട് നല്ല അലമ്പുണ്ടാക്കുന്നുണ്ട്. സെയിൻ ഇതിനെ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട്. നിതിനും തിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ വഴക്കാവുന്ന സമയത്ത് സെയിൻ ഒന്നും പറയാണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. താരയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് പ്രോസസ്സ് ചെയ്യുന്നില്ല. കാരണം അവൾ കുടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കൊച്ചു പകുതി മയക്കത്തിലാണ്. ആൻഡ് താര ഓടി സെയിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. എൻ്റെ സെയിനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. സെയിനാണെന്നുണ്ടെങ്കിൽ അവിടെ പാർക്കിങ്ങിലുള്ള ആൾക്കാരോടൊക്കെ ചീത്ത പറഞ്ഞിട്ടാണ് ഇറങ്ങി പോകുന്നത്. സെയിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൗശി നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. സെയിൻ അങ്ങനെ വണ്ടിയിൽ കയറി ഇറങ്ങി പോകുമ്പോൾ താര സ്റ്റോപ്പ് ചെയ്തിട്ട് താരയും ആ കാറിൽ കയറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഡ്രൈവ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സെയിൻ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. അങ്ങനെ വണ്ടി നിർത്തിയിട്ട് സെയിൻ ആണെങ്കിൽ താരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ ചെയ്തത്, നിനക്ക് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് താര പറയുന്നുണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ മനഃപൂർവ്വമല്ല, ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ നീ ഇരുന്ന് അവൻ്റെ കൂടെ ഇന്ന് ഡാൻസ് കളിച്ചപ്പോൾ എനിക്ക് എന്ത് ഫീലിങ്സ് ഉണ്ടായെന്ന് നിനക്കറിയോ, നീ എന്തിനാ കുടിക്കാൻ പോയത്, നീ ഇങ്ങനെ കുടിക്കാറില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ
താര പറയുന്നത് ശരിയാണ്, ഞാൻ കുടിക്കാറില്ല, എനിക്കിഷ്ടമല്ല. പക്ഷേ നിൻ്റെ അടുത്ത് കൗശി വന്ന് സംസാരിച്ചപ്പോഴും അതേപോലെ തന്നെ കൗശിയുടെ അമ്മ നിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, നിതിൻ്റെ കൂടെ ഡാൻസ് കളിച്ചത്. അപ്പോൾ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും നീ അവൻ്റെ കൂടെ ഡാൻസ് കളിച്ചത് എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ടാണല്ലേ എന്ന് സെയിൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സെയിൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കി താര അവൻ്റെ ഇൻറ്റൻഷൻ അത്ര നല്ലതൊന്നല്ല എന്ന് പറയുമ്പോൾ താര പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, അവൻ്റെ നല്ല ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ താരൻ്റെ അടുത്ത് സെയിൻ പറയുന്നത് നിനക്ക് എന്താ തലയിൽ വല്ല അസുഖമുണ്ടോ, ഞാൻ എത്ര നാളായി നിന്നോട് ഇത് പറയണു എന്ന് പറയുന്ന സമയത്ത് താര അടുത്ത വഴിക്ക് പറയുന്നുണ്ട് നിതിന് കൗശിനെയാണ് ഇഷ്ടം എന്നുള്ളത്. ആ സമയത്ത് സെയിൻ ഷോക്കാകുന്നുണ്ട്, നിതിന് കൗശിനെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്ന സമയത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിതിൻ നിൻ്റെ അടുത്തത് പറഞ്ഞു, ഇല്ല ഞാനത് അവൻ്റെ മനസ്സിൽ നിന്ന് വായിച്ചെടുത്തതാണ്, അവൻ ഭയങ്കര വിഷമത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സെയിൻ പറയുന്നത് നീ എന്തുവാന്ന് വെച്ചാൽ കാണിക്കുക, എനിക്കൊന്നും അറിയണ്ട, ഈ നിതിൻ്റെ കൗശിയുടെ ആരുടെ കൂടെയാണെന്ന് വെച്ചാൽ പൊക്കോ എന്നും പറഞ്ഞിട്ട് സെയിൻ ഇറങ്ങി പോകുന്നുണ്ട്. ഇനി ബാക്കി എന്തുണ്ടായി എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങൾ ഇവിടം വരെ കണ്ടു എന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കേടാ, ബൈഡാ, നാളെ കാണാം.